ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. മോച്ചുവിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് ഒന്നും കൂടി കിടന്നു കേട്ടോ. അതിന് ശേഷമുള്ള എഴുന്നേക്കലാണ് ഈ കാണുന്നത്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുടിയൊക്കെ ഒന്ന് വാരി കൂട്ടി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ഞാൻ കെട്ടാറ്. ഇതാവുമ്പോൾ കുറേ നേരം ഇങ്ങനെ അഴിയാതെ ഇരുന്നോളൂ കേട്ടോ. കയ്യോടെ തന്നെ ദേ പുതപ്പും മടക്കുന്നുണ്ട്. ഇതിപ്പോൾ മടക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മടിയായി പോവും. അതാകെ അങ്ങനെ തന്നെ അലങ്കോലമായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റും തലേണയൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേക്കാൾ മുമ്പ് കുറേ നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ഇതെനിക്കൊരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞപ്പോൾ പല്ല് തേക്കാമെന്ന് വിചാരിച്ചിട്ട് ദേ ബ്രഷും ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രഷിൽ പേസ്റ്റൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. മുഖത്തും കാര്യത്തിലൊക്കെ മുഖത്ത് ചെറിയൊരു നീർക്കെട്ട് പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മെഡിസിനൊക്കെ എടുക്കുന്നതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് ചായയൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്തായാലും ചായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുടിക്കാറുണ്ടെങ്കിലും സ്ഥിരമായിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ കുടിക്കാറൊന്നുമില്ല. ഇന്നെന്തോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് എപ്പോഴും അമ്മ പറയൂ കേട്ടോ, ഒന്ന് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പുറത്തിറങ്ങുന്നതല്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല എന്നാണ് അമ്മയുടെ പരാതി. ഞാൻ ഇറങ്ങിയാൽ തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴും പറയും, ഒന്ന് സൂര്യപ്രകാശമൊക്കെ കൊള്ളണം, നീ എപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുക, അപ്പം തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ പകുതി മാറും എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴേക്കും നല്ല ചൂടായതുകൊണ്ട് ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ചേട്ടായിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കറിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അച്ചിങ്ങപ്പയറാണ് കേട്ടോ. അമ്മയാണെങ്കിൽ അടുക്കളയിൽ കടലക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അന്നമോളുടെ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടി കൊടുക്കണം എന്ന്. ആദ്യം എല്ലാം കൂടി വാരിപ്പൊത്തിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾ പറയുന്നുണ്ട് അങ്ങനെ കെട്ടേണ്ടാന്ന്. അതുകൊണ്ട് തന്നെ 3 ഇതിലാക്കി കെട്ടി കൊടുത്തു കേട്ടോ. അതായത് 2 സൈഡിലും പിന്നെ ബാക്കിലും. ഇപ്പം ഞങ്ങൾ എവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെയാട്ടോ കെട്ടി കൊടുക്കണത്. അതാവുമ്പോൾ കുഞ്ഞിന് ചൂടൊന്നും അധികം എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മുടിയൊക്കെ തട്ടി ആകെ ഒരു ഈർച്ചയാവും. അന്നമോൾക്ക് മുടി വെട്ടണത് ഇഷ്ടമല്ല. അത് മാത്രമല്ല, മുടി വെട്ടണതും ഇഷ്ടമല്ല. മുടിയാണെങ്കിൽ കറക്റ്റായിട്ട് കെട്ടി വെച്ച് നല്ല വൃത്തിക്ക് ഇരിക്കും വേണം കേട്ടോ. അങ്ങനെ ഒരു സ്ലൈഡൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഇന്നെന്തോ നല്ല വിശപ്പുണ്ടായിരുന്നു. അന്നമോളും പറയുന്നുണ്ട് അന്നമോൾക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും അവൾക്കും ഫുഡ് കൊടുക്കണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള ഒരു ഗുളികയുണ്ട്. അത് അരമണിക്കൂർ മുമ്പ് കഴിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്തായാലും വിശക്കാല്ലേ, അപ്പോൾ അതെടുത്ത് വേഗം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിട്ടോ. ഇതിപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടാലും വീണ്ടും വീണ്ടും ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും അടിക്കേണ്ടി വരും കേട്ടോ. കാരണം അന്നമോളോ മോച്ചോ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അവരിങ്ങനെ എന്തെങ്കിലും കഴിച്ചതിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീറിപ്പറിച്ചൊക്കെ ഇടും കേട്ടോ. അന്നമോൾക്ക് അമ്മ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാനുള്ളതാണ്. അതിൻ്റെ ടൈം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി കൊടുക്കാനുള്ള ടൈമും കൂടി തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടി കൊച്ചിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാനും പോയി എൻ്റെ ഭക്ഷണം എടുത്തു. കാരണം അരമണിക്കൂറായിപ്പോൾ ഞാൻ ആ ഗുളിക കഴിച്ചിട്ട്. എന്തായാലും വിശന്നിരിക്കേണ്ട ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നിവിടെ അപ്പവും പിന്നെ കടലക്കറിയായിരുന്നു കേട്ടോ. ഇവിടെ കൂടുതൽ അപ്പമൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. അന്നമോളുടെ ആൻറ്റിബയോട്ടിക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ ദേ കൂട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനി കഴിക്കുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു എനിക്ക് പേടി. പക്ഷേ അവൾ ഓടി വന്ന് അതെടുത്ത് വേഗം കഴിച്ചു കേട്ടോ. ഇന്നലെ രാത്രി കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നെന്തോ അറിയില്ല, അവൾ ഒരു കുഴപ്പമില്ലാണ്ട് അത് കഴിച്ചിട്ടുണ്ട്. അവളുടെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഗുളികകൾ ഓരോന്നായിട്ട് കഴിക്കാം കേട്ടോ. ഒരു 4-5 ഗുളികയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മൂക്കിലടിക്കാനുള്ള സ്പ്രേ ഉണ്ട് കേട്ടോ. ഇത് 2 മൂക്കിൽ മാറി മാറി രാവിലെയും രാത്രിയും ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് നീറ്റിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ എനിക്കിത് അടിക്കുമ്പോൾ.
അന്നമോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ കൽക്കണ്ടം കഴിക്കാൻ വേണ്ടി കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയോ ഇത് കഴിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കരയണത്. പിന്നെ കരച്ചിൽ കൂട്ടി ഇനി കൂടുതൽ അസുഖം വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് എടുത്തു കൊടുക്കാം കേട്ടോ. അവൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതേ ഞാനിവിടെ കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ എടുക്കട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അന്നമോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാളെയും കൂടി അവൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. സാരിയൊക്കെ കൊടുത്ത് നിൽക്കണ കണ്ടില്ലേ, ഇതും ഒരു റീൽ എടുക്കാൻ വേണ്ടി നിന്നതാട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.